കൂട്ടുകാരെ, മറ്റുള്ളവരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന അനേകർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അവരെ വിശ്വസിച്ച് വഞ്ചിതരാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. എന്തായാലും കള്ളത്തരം കാണിക്കുന്നവർ ഒരു നാൾ പിടിക്കപ്പെടുമെന്നത് തീർച്ചയാണ്. കാട്ടിലെ ഈ കഥയിലൂടെ നൽകുന്ന ഗുണപാഠവും അതുതന്നെയാണ്. നമസ്കാരം. എലിയപ്പനും കുടുംബത്തിനും എന്റെ സർപ്പയജ്ഞത്തിലേക്ക് സ്വാഗതം. ഘോരവിഷമുള്ള നഖങ്ങളുടെ ലാൻഡായ നാഗാലാൻഡിൽ നിന്നും കൊണ്ടുവന്ന ഘോരവിഷമുള്ള സർപ്പങ്ങളാണ് ഈ കൂടയിൽ. ഇവ ചേറ്റുന്ന വിഷം ദേഹത്ത് തെറിച്ചാൽ മതി, ആ നിമിഷം മരിക്കും. ഇനി ഞാൻ ഈ കൂട തുറന്ന് ഉഗ്രൻ വിഷമുള്ള രാജവെമ്പാലയെ ഇറക്കി വിടാൻ പോകുന്നു. നിങ്ങൾ സൂക്ഷിക്കുക, ജീവൻ വിലപ്പെട്ടതാണ്. അയ്യോ, തുറക്കല്ലേ. രാജവെമ്പാലയെ കണ്ടില്ലെങ്കിലും കണ്ടതുപോലെ തന്നെയാണ്. അയ്യോ, കാശ് എത്ര വേണമെങ്കിലും ഇനിയും തരാം, കൂടെ തുറക്കല്ലേ. അപ്പോ എന്റെ സർപ്പയജ്ഞം കാണുന്നില്ലേ? ഒന്ന് പോടോ, തന്റെ ഒരു സർപ്പയജ്ഞം. ഇതിലെന്തോ തട്ടിപ്പുണ്ടല്ലോ. ഇതിനകത്ത് ഉഗ്രവിഷമുള്ള രാജവെമ്പാലയാണ്. നിങ്ങളെ കൊല്ലാനുള്ള വിഷം ഇവനുണ്ട്. കൂട്ടുകാരെ, ഇത് ജീവൻ പണയം വെച്ചുള്ള കളിയാണ്. നിങ്ങളുടെ സംഭാവനകളാണ് എല്ലാ പ്രോത്സാഹനം. എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക. ഇതാ ഞാൻ കൂടെ തുറക്കാൻ പോകുന്നു. അയ്യോ, തുറക്കല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് വലുത്. ഇതാ ഞാൻ കൂടയിൽ നിന്നും പാമ്പിനെ പുറത്തെടുക്കാൻ പോവുകയാണ്. ഹാവൂ, രക്ഷപ്പെട്ടു. ആമച്ചാരെ, കുറുക്കന്റെ സർപ്പയജ്ഞത്തിൽ എനിക്കത്ര വിശ്വാസം പോരാ. സർപ്പയജ്ഞത്തിന്റെ പേരിൽ അവൻ എല്ലാവരെയും കബളിപ്പിച്ച് കാശുണ്ടാക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എന്നാൽ നമുക്ക് കുറുക്കന്റെ പുറകെ ഒന്ന് പോയാലോ? അതാ ഞാനും ആലോചിക്കുന്നത്. നമുക്ക് കൂടകൾ പരിശോധിക്കാം. കൂടയ്ക്കകത്ത് വിഷമുള്ള പാമ്പുകൾ കാണില്ലേ? എന്തായാലും ഞാനത് തുറന്നു നോക്കാൻ പോവുകയാണ്. സൂക്ഷിക്കണേ. ആമച്ചാരെ, കണ്ടില്ലേ, ഇതിലെവിടെയാണ് പാമ്പുകൾ? അമ്പട ചതിയാ, ഇവൻ എല്ലാവരെയും സർപ്പയജ്ഞത്തിന്റെ പേരിൽ പറ്റിക്കുകയായിരുന്നു അല്ലേ? ഇതിനൊരു മറുപടി കൊടുത്തിട്ട് തന്നെ കാര്യം. കൂട്ടുകാരെ, ഇത് ജീവൻ പണയപ്പെടുത്തിയുള്ള കളിയാണ്. ഘോരവിഷമുള്ള നഖങ്ങളുടെ ലാൻഡായ നാഗാലാൻഡിൽ നിന്നും കൊണ്ടുവന്ന ഘോരവിഷമുള്ള രാജവെമ്പാലയാണ് ഈ കുടയിൽ. ഇവ ചേറ്റുന്ന വിഷം ദേഹത്ത് തെറിച്ചാൽ മതി, ആ നിമിഷം മരിക്കും. നിങ്ങളുടെ സംഭാവനയാണ് എന്റെ പ്രോത്സാഹനം. എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക. പണം നൽകാൻ വരട്ടെ,
പാമ്പ് കളി കഴിഞ്ഞ് പണം കൊടുത്താൽ മതി. ആദ്യം കുറുക്കൻ പാമ്പിനെ ഇറക്കി യജ്ഞം തുടങ്ങുക. എന്താ പാമ്പുകളെ കൂടയിൽ നിന്ന് പുറത്തെടുക്കാൻ കുറുക്കൻ സാർക്ക് പേടിയാണോ? ഇവൻ ശല്യക്കാരനാണല്ലോ. എന്റെ കള്ളി വെളിച്ചത്താകുമോ? ഒരു കാര്യം ചെയ്യാം, കൂടയ്ക്കുള്ളിൽ കൈയിടാം. എന്നിട്ട് പാമ്പ് കടിച്ചെന്നും പറഞ്ഞ് ബോധം കെട്ട് വീഴാം. അപ്പോ ഈ ശല്യങ്ങളെല്ലാം ഒഴിവായി പൊയ്ക്കോളും. ഇതാ ഞാൻ കൂടയിൽ നിന്നും പാമ്പിനെ പുറത്തെടുക്കാൻ പോവുകയാണ്.